ഈ സമയത്ത് ഇങ്ങനെ ശല്യപ്പെടുത്താൻ വന്നാൽ സോറി കേട്ടോ. ഏയ് കുഴപ്പമില്ല, അകത്തേക്ക് വാ. വാ പറ, എന്താ ഇപ്പൊ വന്നേ? അത് പിന്നെ എന്റെ പാല് പിരിഞ്ഞു പോയി. എനിക്കാണെങ്കിൽ ഒരു കാപ്പി കുടിക്കാഞ്ഞിട്ട് എന്തോ പോലെ തോന്നുക. ഒരു ഇച്ചിരി പാല് കിട്ടായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. നിനക്ക് ഞാനിപ്പോ പാലിന് പകരം നല്ലൊരു സൂപ്പർ കോഫി ഉണ്ടാക്കി തന്നെ എങ്ങനെയുണ്ടാവും? അയ്യോ അതൊന്നും വേണ്ട, വെറുതെ എന്തിനാ ബുദ്ധിമുട്ടുന്നേ? ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? പിന്നെ ഞാൻ നല്ല അടിപൊളിയായിട്ട് കോഫി ഉണ്ടാക്കുന്ന ആളാ. ഇരിക്കെ, ഞാൻ കോഫി എടുത്തിട്ട് വരാം. നന്നായി വാ മോനെ, എല്ലാ അനുഗ്രഹം ഉണ്ടാവും. ഇരിക്കെ. രജനി, ഒന്ന് വേഗം ഭക്ഷണം കൊണ്ടുവാ, എനിക്ക് ലേറ്റ് ആവുന്നുണ്ട്. ഞാൻ ദേ വരുന്നു. അയ്യോ, പയ്യെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാ പോരെ? എല്ലാത്തിനും എന്തിനാ എങ്ങനെ തിരക്ക് കൂട്ടുന്നേ? ആ മോനെ, ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ തിരക്ക് കൂട്ടരുത്. ബ്രേക്ക്ഫാസ്റ്റ് മര്യാദയ്ക്ക് കഴിക്കുകയാണെങ്കിൽ ഫുൾ ഡേ അതിന്റെ ഗുണം കിട്ടും. അമ്മയെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ പറയുന്ന ഒന്നും കേൾക്കാറില്ല. നമ്മുടെ കല്യാണം ഇപ്പൊ കഴിഞ്ഞോളൂ എന്ന് എനിക്ക് തോന്നാറില്ല. എനിക്ക് വേണ്ടി കുറച്ചു പോലും ടൈം സ്പെൻഡ് ചെയ്യാറില്ല. മോള് പറയുന്നത് അമ്മയ്ക്ക് മനസ്സിലാവും. പക്ഷെ എന്ത് ചെയ്യാനാ മോളെ, ജോലി കയറിയിട്ട് അധികമായിട്ടില്ല. അപ്പൊ അതിന്റെ കാര്യം ശ്രദ്ധിക്കണ്ടേ? അമ്മ ഇങ്ങനെ മോന്റെ സൈഡ് പിടിച്ച് സംസാരിച്ചോട്ടോ. ആ ഫുഡെങ്കിലും മുഴുവൻ കഴിച്ചിട്ട് പോ വിജയ്. അല്ലെങ്കിലേ ലേറ്റായി. ഇനി ലേറ്റായി കഴിഞ്ഞാ ആ പ്രിൻസിപ്പൽ ഉണ്ടല്ലോ, ആവശ്യമില്ലാതെ വെറുതെ മനുഷ്യന്റെ മെക്കിട്ട് കയറാൻ വരും. വിജയ്, രാത്രി വരുന്നത് ലേറ്റ് ആയിട്ടാ, രാവിലെ നേരത്തെ പോവുകയും ചെയ്യും. എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് ഒട്ടും സമയമില്ല അല്ലേ? ഒരു കാര്യം ചെയ്യാം, ഈ സൺഡേ നമുക്കൊരു പടത്തിന് പോയാലോ? ശരിക്കും? സത്യമാണല്ലോ അല്ലേ? ഇനി മാറ്റി പറയരുത്. വിജയ് മോനെ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യം പറയാനുണ്ട്. പറഞ്ഞോ അമ്മേ. ഇങ്ങോട്ട് വാ. ഞാൻ പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ചാ, മോൻ ഓഫീസിലേക്ക് പോയില്ലേ? ഞാൻ അമ്പലത്തിലും പോവും. മോള് ഫുൾ ഡേ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയല്ലേ? അമ്മ അതുണ്ടല്ലോ, അമ്മയ്ക്ക് പറയാനുള്ളത് വ്യക്തമായിട്ട് പറയും. മോനെ, അത് എന്താന്ന് വെച്ചാ, ഈ വാടകക്കാരൻ ആളൊരു ചെറുപ്പക്കാരൻ പയ്യനാ. അമ്മേ, എനിക്ക് മനസ്സിലായി. അമ്മ വെറുതെ ആവശ്യമില്ലാത്ത ആലോചിക്കണ്ട. രാജു ഒരു നല്ല പയ്യനാ. കാര്യം അവൻ രജനി പറഞ്ഞിട്ടാ നിൽക്കുന്നത്. പക്ഷേ എനിക്കവനെ നന്നായിട്ടറിയാം. പക്ഷെ മോനെ, എങ്കിലും നമ്മുടെ കുടുംബക്കാരെങ്കിലും ആണെങ്കിൽ കൊള്ളായിരുന്നു. അമ്മയെ കുടുംബക്കാരാണെങ്കിൽ കൂടുതൽ പ്രശ്നമാവത്തേ ഉള്ളൂ. നമ്മുടെ വീടും അത്രയ്ക്കൊന്നും വലുതൊന്നും അല്ലല്ലോ. അമ്മ ആവശ്യത്തൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട. ശരി, നമുക്ക് ഇതിനെപ്പറ്റി പിന്നെ എപ്പോഴെങ്കിലും സംസാരിക്കാം. ഇപ്പം ഞാൻ ഇറങ്ങട്ടെ, സമയം ഒരുപാടായി. അമ്മയ്ക്ക് ഞാൻ ഭക്ഷണം വിളമ്പട്ടെ? വേണ്ട മോളെ, എനിക്കിന്ന് ഉപവാസോ. അതുകൊണ്ട് എനിക്കിന്ന് ചായ മാത്രം മതി. ശരി. മോളെ, നിനക്ക് എന്തു പറ്റി? മുഖമൊക്കെ വല്ലാതിരിക്കുന്നേ. മോള് പിണക്കത്തിലാ? നോക്കമ്മേ, ഒരു കാര്യം ചോദിക്കട്ടെ, അമ്മയ്ക്ക് എന്താ രാജനോട് ഇത്രയ്ക്ക് പ്രശ്നം? മോളെ, ഞാനത് അങ്ങനൊന്നും ഉദ്ദേശിച്ചു പറഞ്ഞതല്ല. അല്ലെങ്കിലും വിജയ്ക്ക് ഭയങ്കര ജോലി തിരക്കാ. അതുകൊണ്ട് വീട്ടിലൊരാളുണ്ടെങ്കിൽ എന്തൊരു സഹായമായിരിക്കും. ഇവിടെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ഉണ്ടാവാറില്ലേ അമ്മേ? പക്ഷെ മോളെ, ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചില്ല. അമ്മ ഉദ്ദേശിച്ചത് എന്നെ കുറിച്ചാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വിജയോട് പറഞ്ഞതൊക്കെ ഞാൻ കൃത്യമായിട്ട് കേൾക്കുകയും ചെയ്തു. എന്റെ മോളെ, ഞാനിപ്പോ ഒളിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ നിന്റെ മുന്നിൽ വെച്ചല്ലേ അവനോടെല്ലാം പറഞ്ഞത്. അമ്മയൊന്ന് നിർത്തൂ. എനിക്കിപ്പോ തല്ലു പിടിക്കാൻ ഒരു താല്പര്യവും. പക്ഷെ അമ്മ ഒരു കാര്യം മറക്കണ്ട, ഇനി വിജയനോട് രാജിന്റെ കാര്യം ഒന്നും പറയാൻ നിൽക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയും. മോളെ, ഞാനൊന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞത് മോള് തെറ്റിദ്ധരിച്ചിരിക്കുക. അമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടമ്മേ. അമ്മയ്ക്ക് എന്താ വേണ്ടെന്നും എനിക്കറിയാം. അമ്മയ്ക്കിന്ന് ഉപവാസമല്ലേ? എന്നാ പിന്നെ അമ്പലത്തിലേക്ക് ചെല്ല്, അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്ക്. ഇവിടെ ഇങ്ങനെ ഇരുന്നാലേ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ആലോചിച്ചു കൂട്ടും. എന്നിട്ട് എന്റെ തല തിന്നാൻ വരികയും ചെയ്യും. മോൾ എന്നെ തെറ്റിദ്ധരിച്ചല്ലോ. ഇനിയിപ്പോ അമ്പലത്തിൽ പോവാം, അവിടെ കുറച്ച് സമാധാനം കിട്ടും.
ഈ സമയത്ത് ഇങ്ങനെ ശല്യപ്പെടുത്താൻ വന്നാൽ സോറി കേട്ടോ. ഏയ് കുഴപ്പമില്ല, അകത്തേക്ക് വാ. ആ വാ, പറ, എന്താ ഇപ്പൊ വന്നേ? അത് പിന്നെ എൻ്റെ പാല് പിരിഞ്ഞു പോയി. എനിക്കാണെങ്കിൽ ഒരു കാപ്പി കുടിക്കാഞ്ഞിട്ട് എന്തോ പോലെ തോന്നുക. ഒരു ഇച്ചിരി പാല് കിട്ടായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. നിനക്ക് ഞാനിപ്പോ പാലിന് പകരം നല്ലൊരു സൂപ്പർ കോഫി ഉണ്ടാക്കി തന്നെ എങ്ങനെയുണ്ടാവും? അയ്യോ അതൊന്നും വേണ്ട, വെറുതെ എന്തിനാ ബുദ്ധിമുട്ടുന്നേ. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? പിന്നെ ഞാൻ നല്ല അടിപൊളിയായിട്ട് കോഫി ഉണ്ടാക്കുന്ന ആളാ. ഇരിക്കെ, ഞാൻ കോഫി എടുത്തിട്ട് വരാം. കോഫി കുടിക്കും. താങ്ക് യു സോ മച്ച്. കോഫി എങ്ങനെയുണ്ട്? എന്താ ഇഷ്ടമായില്ലേ? നല്ലതൊക്കെയാണ്, പക്ഷേ പക്ഷേ നിങ്ങളുടെ അത്രയ്ക്ക് നല്ലതല്ല. ഒന്ന് പോടുന്നുണയാ. കാര്യമായിട്ടാ, ഞാൻ നുണ പറഞ്ഞൊന്നുമല്ല. അത് ശരി, അപ്പൊ ഞാൻ അത്രയ്ക്ക് നല്ല പെണ്ണാണോ? ആ ശരിക്കും? ശരിക്കും. ആളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ അമ്മേ. വണ്ടി വരാനുള്ള സമയമായി. കുഴപ്പമില്ല മോളെ, നീ വിഷമിക്കണ്ട. എന്റെ അടുത്താകെ ഒരു ഒറ്റ ബാഗല്ലേ ഉള്ളൂ. പക്ഷെ അമ്മേ, ഞാൻ... കുഴപ്പമില്ലെന്നേ. പോകുന്ന വഴിക്ക് സ്റ്റേഷനിലേക്ക് ഏതെങ്കിലും ഓട്ടോ കിട്ടും. സ്റ്റേഷനിലെത്തിയ പിന്നെ ഗ്രൂപ്പിൽ എല്ലാവരും ഉണ്ടാവും. അമ്മ ഇത് ആദ്യമായിട്ടല്ലേ ഹരിദ്വാറിലേക്ക് പോകുന്നതിന് മുമ്പേ വിജയ് ഒന്ന് കണ്ടിട്ട് പോയിരുന്നെങ്കിൽ നന്നായിരുന്നില്ലേ അമ്മേ? പക്ഷെ ഇപ്പൊ കണ്ടില്ലേ, നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് വിജയ്ക്ക് സമയമില്ല, ഇങ്ങനത്തെ ഒരു ആവശ്യത്തിന് പോലും. ഹലോ, സരിതേ, നിങ്ങളൊക്കെ സ്റ്റേഷനിലേക്ക് എത്തിയോ? ഞാൻ ഇറങ്ങുക. എന്തുപറ്റി? ശരി മോളെ, സരിതയൊക്കെ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാനും ഇറങ്ങാൻ നോക്കട്ടെ. എന്നാ മോളെ, വിജയ് വരുമ്പോ ഒന്ന് പറഞ്ഞേക്ക്, ഞാൻ അവന് ഒരുപാട് നേരം കാത്തു നിന്നോന്ന്. ശരി അമ്മ, ശരി. അമ്മ ശരിക്കും ശ്രദ്ധിച്ചൊക്കെ പോണോട്ടോ. ദൈവചിന്തകൾ മാത്രം ആലോചിച്ചാ മതി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ശരി മോളെ, നന്നായി വാ. ശ്രദ്ധിക്കണേ മോളെ. ശരി അമ്മ. വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, എന്റെ മോനെ നോക്കണം. പിന്നെ പറ്റുമെങ്കിൽ ഫുൾ ടൈം ഈ വാതിലും അടച്ചിട്ടിരിക്കണം. തീർച്ചയായിട്ടും അമ്മ. നമുക്ക് പരിചയമില്ലാത്തവർ വന്നാ ഒരു കാരണവശാലും വാതിൽ തുറക്കരുത്. അമ്മ ടെൻഷൻ അടിക്കാതെ പൊക്കോ. വീടിന്റെ കാര്യം വിജയുടെ കാര്യം ഒക്കെ ഞാൻ നോക്കിക്കോളാം. പോയിട്ട് വാ. ശരി, അമ്മ പോയിട്ട് വരട്ടെ. പറയ, ഇപ്പോഴാണോ ഫോൺ വിളിക്കാനായിട്ട് സമയം കിട്ടേ? ഐ എം റിയലി സോറിടാ. ഞാനിവിടെ ക്ലയന്റിന്റെ അടുത്ത് കുറച്ച് ബിസി ആയിരുന്നു. പിന്നെ ഇവിടെ അധികം നെറ്റ്വർക്കും ഇല്ല. നീ ഇപ്പൊ എന്തിനത്ര ദേഷ്യപ്പെടുന്നേ? ഏയ്, പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. നിങ്ങളുടെ അമ്മ ഇന്ന് ഹരിദ്വാറിലേക്ക് പോകുന്ന സമയത്ത് അമ്മയെ സ്റ്റേഷനിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അയാൾ ആ കാര്യം മറന്നുപോയി. ഓ അയ്യോ, ഐ എം റിയലി സോറിടാ. ജോലിയുടെ ടെൻഷൻ കൊണ്ട് ഞാൻ എല്ലാം അങ്ങ് മറന്നുപോയി. എന്നിട്ട് പിന്നെ അമ്മ എങ്ങനെയാ പോയത്? ട്രെയിനിൽ കയറിപ്പോയി. പിന്നെ ഞാനിന്ന് കുറച്ച് നേരത്തെ വരാം. നമുക്കൊന്ന് പുറത്തു പോവാം. ഭക്ഷണവും പുറത്തുനിന്ന് കഴിക്കാം. ഓക്കെ, ഉറപ്പല്ലേ? ഉറപ്പായിട്ടും. ഓക്കെ, ബൈ. ഇത് കൊള്ളാലോ. വന്നത് തന്നെ ഇത്ര ലേറ്റ് ആയിട്ടാ. എന്നിട്ട് റൊമാൻസിന് ഒരു കുറവുമില്ല. നീയോ എന്ത് ധൈര്യത്തിൽ ഇങ്ങോട്ട് കയറി വന്നത്? നീ എന്തിനാ എന്റെ ദേഹത്ത് തൊട്ടെ? നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഭ്രാന്താണോടാ നിനക്ക്? രാജ്, എന്റെ കല്യാണം കഴിഞ്ഞതാ. എന്റെ അടുത്ത് അഭ്യാസം ഇറക്കല്ലേ. എന്തേ, കല്യാണം കഴിഞ്ഞവർക്ക് ഫീലിങ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ലെന്നുണ്ടോ? ഉണ്ടോ?
ഏയ് നിന്നെ കാണാൻ എന്ത് ഭംഗിയാ. അമ്മേ നമസ്കാരം അമ്മേ. വിജയ് കുളിച്ചോണ്ടിരിക്ക. അമ്മയ്ക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? യാത്രയൊക്കെ എങ്ങനെ പോകുന്നമ്മേ? ആ ശരി അമ്മേ, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞേക്കാട്ടോ. ആരോഗ്യമൊക്കെ നന്നായി ശ്രദ്ധിക്കണേ. ഇതാരായി രാവിലെ തന്നെ വിളിച്ചേ? അമ്മ വിളിച്ചതായിരുന്നു. എന്താ പറഞ്ഞേ? അമ്മയും കൂട്ടുകാരും കൂടി ഋഷികേശിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. വരാൻ കുറച്ചു ദിവസം കൂടി കഴിയുമെന്ന് പറഞ്ഞു. ഡ്രസ്സൊക്കെ എടുത്തു വെച്ചോ? ആ ദാ ഇത് തന്നെയാ. ദാ ഇട്ടോ. ദാ ഈ പാന്റും ഈ ഷർട്ടും. അപ്പൊ അമ്മ തിരിച്ചു വരാനായിട്ട് കുറച്ചുകൂടെ സമയം എടുക്കുമല്ലേ? ആ ഋഷികേശിലേക്ക് പോവാണെന്നല്ലേ പറഞ്ഞേ. സമയം എന്താ ഇത്? ഇതെന്താ ചെയ്യുന്നേ? ഇടയ്ക്കൊക്കെ കുറച്ച് റൊമാൻസ് വേണ്ടേ? ഇതാണോ റൊമാൻസ് ചെയ്യാനുള്ള സമയം? ചായ തണുത്തു പോവും, എടുത്തു കുടിക്കേ. ഓഫീസിലൊന്നും പോണ്ടേ? നീ ഇങ്ങോട്ട് വന്നേ. ചായ പിന്നെയും ചൂടാക്കാലോ. പക്ഷെ അതിനു മുമ്പ് ഈ മധുരം കഴിക്കട്ടെ. അതെ, ഇനി എഴുന്നേക്ക്. ഓഫീസിലൊന്നും പോണ്ടേ? ഇപ്പോഴേ ലേറ്റായി. എഴുന്നേക്ക്. പിന്നെ ആ. ഇപ്പോഴാ ഓർത്തെ, ആ രാജുവിന്റെ ഒന്ന് വാടക വാങ്ങണം. ഇപ്പൊ തന്നെ കുറച്ച് ദിവസം ലേറ്റായി. അതൊക്കെ ഞാൻ ചെയ്തോളാം. ഇപ്പൊ വേഗം ഓഫീസിൽ പോകാൻ നോക്ക്. പോ, എഴുന്നേറ്റ്. എനിക്ക് പണിയുണ്ട്. ആടാ എനിക്ക് മനസ്സിലായി. പക്ഷെ ഇത്തവണത്തേക്ക് EMI നീ ഒന്ന് അടയ്ക്കേ. മനസ്സിലാക്കടാ. പറ്റാത്തോണ്ടല്ലേ ഞാൻ നിന്നോട് പറയുന്നത്. ആ ശരി ശരി. അയ്യോ ഇതെന്താ പെട്ടെന്ന് മുകളിലേക്ക് വന്നത്? വാടക മേടിക്കാൻ വേണ്ടി വന്നാ. എനിക്ക് മനസ്സിലായില്ല. നിന്റെ വാടക 2 ദിവസം മുന്നേ കിട്ടേണ്ടതാ. വീട്ടിൽ നിന്ന് പൈസ കൊണ്ടുവന്ന് തന്ന ഉടനെ ഞാൻ കൊണ്ടുവന്ന് തന്നേക്കാം. ശരി. നീ ഭക്ഷണമൊക്കെ എവിടെ നിന്നാ കഴിക്കുന്നേ? ഇവിടെ ഉണ്ടാക്കി കഴിക്കുകയാണോ അതോ ഓർഡർ ചെയ്ത് കഴിക്കുകയാണോ? ഭക്ഷണമൊക്കെ ഞാനാ ഉണ്ടാക്കാറ്. പക്ഷേ ഇടയ്ക്കൊക്കെ പുറത്തുനിന്നും വാങ്ങാറൊക്കെ ഉണ്ട്. ഇന്ന് മുതൽ ഭക്ഷണത്തിന്റെ കാര്യം വിട്ടേക്ക്. നിന്റെ ഭക്ഷണത്തിന്റെ പ്രശ്നമൊക്കെ ഞാൻ തീർത്തു തരാം. താങ്ക് യു കേട്ടോ. പിന്നെ ഇപ്പോ വാടകയുടെ കാര്യം. അത് ഞാൻ എന്തായാലും മുതലാക്കിയിട്ടേ വിടുള്ളൂ. എനിക്കൊന്നും മനസ്സിലായില്ല. ഡോണ്ട് വറി, ഞാൻ മനസ്സിലാക്കി തരാം.
നീ എന്താണ് ഈ കാണിച്ചത്? നിനക്കിതൊക്കെ കാണിക്കാം. ഞാൻ കാണിക്കുന്നതല്ല കുഴപ്പമല്ലേ? നീ എന്താ ഉദ്ദേശിച്ചത്? ക്ലിയർ ആയിട്ട് കാര്യം പറ. അത് ശരി, അപ്പൊ പൈസയ്ക്ക് വേണ്ടിയാണല്ലേ? അതുകൊണ്ടല്ലേ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്? അതെ, നിന്നെ പോലെ രചി എവിടെ നിന്ന് പൈസ തരാനാടാ? പിന്നെ നിനക്ക് എന്താ വേണ്ടത്? അതോ, നിനക്കിപ്പോ കിട്ടുന്നത് എനിക്കത് വേണം. എടാ നിന്നെ ഞാൻ... രാജമോനെ, നിന്റെ കയ്യിന് എന്റെ നേർക്ക് പൊങ്ങരുത്. പൊങ്ങിയ നിന്റെയും നിന്റെ ആ കാമ്പുകയുടെയും കളി എല്ലാം ഞാൻ പുറത്താക്കും. മനസ്സിലായോടാ? അല്ല, ഇവിടെ എന്താ പ്രശ്നം? ആ, ചേച്ചി വന്നോ? അതെന്തായാലും നന്നായി. നീ എന്തൊക്കെയാ കാണിക്കുന്നേ? ഈ വീഡിയോ എനിക്ക് അയച്ചത് നീയല്ലേ? ഇതുകൊണ്ട് നീ എന്താടാ ഉദ്ദേശിച്ചത്? മനസ്സിലായില്ലേ? ഒന്നും അറിയാത്ത പാവം. ഭർത്താവുണ്ടായിട്ടും വേറെ ഒരുത്തന്റെ കൂടെ കിടക്കുന്ന പാവമല്ലേ നീ? ചേച്ചിയുടെ ദേഷ്യം തീരുന്നതുവരെ ചേച്ചി എന്നെ അടിച്ചോ. പക്ഷെ എനിക്ക് വേണ്ടത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഈ വീഡിയോ ഈ നാട്ടിലുള്ള എല്ലാ ചെക്കന്മാരുടെയും കയ്യിലെത്തും. അതിനൊരു സാമ്പിളായിട്ട് നിങ്ങൾക്ക് ഞാൻ അയച്ചത്. വിജയ്, ഇന്നെനിക്കൊരു മൂഡില്ല. എന്തുപറ്റി? എന്താ വിഷമിച്ചിരിക്കുന്നത്? എന്തുപറ്റി? ആർ യു ഓക്കെ? വിജയ്, നീ വാടാ, ഇന്ന് നീയും കൂടെ കുടിക്കോ. വായി നോക്കി നിൽക്കാതെ വേഗം വാടാ. ഒന്ന് വാടാ ഇങ്ങോട്ട്. ഇതെന്താ ഇന്ന് രാവിലെ തന്നെ വരാൻ പറഞ്ഞത്? നിനക്ക് അപ്പം തിന്നാ പോരെ? കുഴി എണ്ണേണ്ട ആവശ്യമുണ്ടോ? രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും കുറച്ചുകൂടെ രസമുണ്ടാവും. Cheers.
എടാ നീയൊക്കെ എൻ്റെ ഭാര്യയെ പറ്റിച്ചിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യുമായിരുന്നല്ലേ? ഇവന്മാർക്ക് ഇത്രയൊന്നും കിട്ടിയ പോരാ. വിജയ്, നമുക്കൊരു കാര്യം ചെയ്യാം. ഇവരുടെ രണ്ടുപേരുടെ ശവം നമുക്ക് എവിടെയെങ്കിലും കെട്ടിത്തൂക്കിയിടാം. അപ്പൊ പിന്നെ എല്ലാവരും സൂയിസൈഡ് ചെയ്താണെന്ന് വിചാരിക്കും. നമ്മളെ പിന്നെ ആരും സംശയിക്കാനും പോകുന്നില്ല. പക്ഷെ അതിനു മുമ്പ് ഇവരുടെ ഫോണിൽ നിന്ന് എന്റെ എല്ലാ ഫോട്ടോസും വീഡിയോസും ഡിലീറ്റ് ചെയ്ത് കളയണം. ഇറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ.